വെൽക്കം ടു ATM ആൻഡ് വിഡ്രോ നോളജ്. റിപ്പോർട്ടർ സ്പീച്ചിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് ചില പുതിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരിട്ട് വീഡിയോയിലേക്ക്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിന്റെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ സ്പീച്ചിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെറും പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസസിന് മാറ്റം സംഭവിക്കുന്നത് കണ്ടു. അതെങ്ങനെയൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഇന്ന് ചേഞ്ച് ഇൻ വേർഡ്സ് ഡിനോട്ടിംഗ് ടൈം ആൻഡ് പ്ലേസ്, സമയങ്ങളെ കാണിക്കുന്ന, സ്ഥലങ്ങളെ കാണിക്കുന്ന വാക്കുകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണ് ഒന്നൊന്ന് നോക്കിപ്പോ. ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സമയം, സ്ഥലം ഇവയെ സൂചിപ്പിക്കുന്ന വേർഡ്സിനുണ്ടാകുന്ന മാറ്റം സിമ്പിളാണ്. നിരന്തരം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇത് മനസ്സിലുണ്ടാവും. നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് എന്നുള്ള വേർഡ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ആയി മാറണം. ദിസിന്റെ പ്ലൂറലായ ദീസ് ദോസ് ആവുന്നു. നൗ എന്നുള്ളത് ദെൻ, അത് സാധാരണ എപ്പോഴും ഉപയോഗിക്കാറില്ല എങ്കിലും നൗ എന്നുള്ളത് തെന്നായി മാറുന്നു. എഗോ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ബിഫോർ. ടുഡേ ദാറ്റ് ഡേ ആയി മാറും. ടുഡേ ദാറ്റ് ഡേ അല്ലെങ്കിൽ ദ സെയിം ഡേ. ഇനി ടുമോറോ ആണെങ്കിൽ വരാനിരിക്കുന്ന ദിവസമാണ്. ദ നെക്സ്റ്റ് ഡേ ഓർ ദ ഫോളോയിങ് ഡേ. നെക്സ്റ്റ് ഡേ ഓർ ദ ഫോളോയിങ് ഡേ, ഇതിനെ ദ കമ്മിങ് ഡേ എന്നും പറയാറുണ്ട്. അപ്പോ നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ ഓർ ദ കമ്മിങ് ഡേ. യെസ്റ്റർഡേ കഴിഞ്ഞുപോയി. യെസ്റ്റർഡേ ആണെങ്കിൽ അതിന് ദ പ്രീവിയസ് ഡേ, മുമ്പത്തെ ദിവസം, ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. ടുനൈറ്റ് ഇന്നു രാത്രി എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയി മാറും. ദാറ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി. അപ്പോൾ കഴിഞ്ഞ എന്നുള്ള ഒരു വേർഡ് കൊണ്ടുവന്നാൽ മതി. ദ പ്രീവിയസ് നൈറ്റ് മുമ്പത്തെ രാത്രി, തലേ രാത്രി എന്നുള്ളതാണ് ദ പ്രീവിയസ് നൈറ്റ്. അല്ലെങ്കിൽ ദ നൈറ്റ് ബിഫോർ, ദ നൈറ്റ് ബിഫോർ. ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ദ പ്രീവിയസ് വീക്ക്. ലാസ്റ്റ് നൈറ്റിനെ നമ്മൾ ദ പ്രീവിയസ് നൈറ്റ് എന്ന് പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക് ഓർ ദ വീക്ക് ബിഫോർ, മുമ്പത്തെ വീക്ക്. നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്ന ആഴ്ചയാണ്. നെക്സ്റ്റ് വീക്ക്, ദ ഫോളോയിങ് വീക്ക് ഓർ ദ കമ്മിങ് വീക്ക്. അടുത്തായിട്ട് ദസ്. ദസ് എന്നുള്ളത് സോ എന്നാക്കി മാറ്റുന്നു. ദസ് സോ. പിന്നെ ഹിയർ ദെയർ, ഹിയർ ദെയർ ആയി മാറും. ഇങ്ങനെയുള്ള ചേഞ്ചസ് സംഭവിക്കുന്നതാണ്. ഇനി ഈ ചില വാക്കുകൾ അപ്പാടെ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കാറുണ്ട്. അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ സംസാരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ടുനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് എന്നാക്കി മാറ്റണമെന്നാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടുനൈറ്റ് എന്നുള്ളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയാലും ടുനൈറ്റ് തന്നെ ആയി നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ചില വാക്കുകൾ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്, മാറ്റം വരാതെ. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ടൈം ആൻഡ് പ്ലേസസിനെ കാണിക്കുന്ന വാക്കുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് എ റിപ്പോർട്ടിംഗ് വെർബ്. ഒരു റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് പൊസസീവ് അഡ്ജക്റ്റീവ്സിന് മാറ്റം വരും. ആ മാറ്റം വരുന്നത് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും അനുസരിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഉടൻ പഠിക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതറിയാനായിട്ട് പേഴ്സണൽ പ്രൊനൗൺസിന്റെയും പൊസസീവ് അഡ്ജക്റ്റീവ്സിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്തിൻ്റെയാണ്, റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണെന്നുള്ളതാണ്. നോക്കാം. ഇപ്പൊ രണ്ട് സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹി സെഡ് ടു മീ ഐ ആം ഗോയിങ്. ഇതിപ്പോൾ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ആക്കി പഠിപ്പിക്കുകയല്ല,
ഈ സംഗതി ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഹി സെഡ് ടു മീ ഐ ആം ഗോയിങ്. രണ്ടാമത്തെ സെന്റൻസ് ദേ സെഡ് ടു ഹെർ വി ആർ ഗോയിങ്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സെന്റൻസിൽ ഹി സെഡ് ടു മീ ഐ ആം ഗോയിങ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. അവൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരാണ് പറഞ്ഞത്? നമുക്കറിയാം, മുമ്പത്തെ ഒരു ക്ലാസ്സിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ വിശദീകരിച്ചതാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് പറഞ്ഞു എന്നുള്ളതാണ്. ആ പറഞ്ഞത് ആരാണോ അവനാണ് സബ്ജക്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി ആരാണ് പറഞ്ഞത്? ഹി ആണ് പറഞ്ഞത്. അവനെ നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഹി എന്നുള്ളതാണ് സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ്. അവൻ ആരോട് പറഞ്ഞു? ആരോട് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ആരോട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. ടു മീ, എന്നോട് പറഞ്ഞു. അപ്പൊ മീ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ഹി സെഡ് ടു മീ ഐ ആം ഗോയിങ്. ഇത് രണ്ടാമത്തെ ഭാഗം, അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ഇതാണ്, ഒബ്ജക്റ്റ് ഇതാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയാൽ ദേ സെഡ് ടു ഹെർ വി ആർ ഗോയിങ്. റിപ്പോർട്ടിംഗ് വെർബ് പരിശോധിക്കുന്നു. സെഡ് ആണ് റിപ്പോർട്ടിംഗ് വെർബ്. പറഞ്ഞു, സബ്ജക്റ്റ്. ആര് പറഞ്ഞു? ദേ സെഡ്. അപ്പോ ഇത് റിപ്പോർട്ടിംഗ് വെർബ്, ഇത് സബ്ജക്റ്റ്. ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആരോട് പറഞ്ഞു? ടു ഹെർ. അപ്പൊ ഹെർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഡയറക്റ്റ് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ഏതാ? റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ആര്, ഒബ്ജക്റ്റ് ആര് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പേഴ്സണൽ പ്രൊനൗൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റം അറിയാൻ പേഴ്സണൽ പ്രൊനൗൺസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇവിടെ ചെറിയൊരു ഡയഗ്രത്തിൽ ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. മൂന്ന് തരം പേഴ്സൺസ് ആണ്. ഒന്ന് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണകത്ത് രണ്ട് പേരാണ്. ഒന്ന് ഐ, രണ്ടാമത്തെ വി ആണ്. ഫസ്റ്റ് പേഴ്സണിൽ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, വി എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഫസ്റ്റ് പേഴ്സൺ. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആരൊക്കെ ഫസ്റ്റ് പേഴ്സൺ, ആരൊക്കെ സെക്കൻഡ് പേഴ്സൺ, ആരൊക്കെ തേർഡ് പേഴ്സൺ. ഇനി ഈ കോളംസ് നോമിനേറ്റീവ് എന്നാണ് പറയുന്നത്. നോമിനേറ്റീവ് എന്ന് പറയുന്നത് ഈ പേഴ്സണൽ പ്രൊനൗൺസ് മുഴുവൻ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സബ്ജക്റ്റുകളാണ്. പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, സബ്ജക്റ്റുകളാണ്. അതാണ് നോമിനേറ്റീവ് കേസ്. അപ്പൊ ഐ നോമിനേറ്റീവ് ആണ്, വി നോമിനേറ്റീവ് ആണ്. ഇതിന്റെ ഒബ്ജക്റ്റ് രൂപമാണ് മീ. ഐയുടെ മീ ആണ്, വിയുടെ അസ് ആണ്. ഇനി പൊസസീവ്സ്, രണ്ടുതരം പൊസസീവ്സ് ആണ്. ഒന്ന് പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട്, രണ്ട് പൊസസീവ് പ്രൊനൗൺസ് ഉണ്ട്. ഐ എന്ന് പറയുന്ന പ്രൊനൗണിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇതാണ് ഇതിവിടെ അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് ഫോം മൈ, എൻ്റെ. അതിന്റെ പൊസസീവ് പ്രോനൗൺ ആണ് മൈൻ, എൻ്റേത്. ഇത് എൻ്റെ, ഇത് എൻ്റേത്. അപ്പൊ ഇത് രണ്ടും പൊസസീവ്സ് ആണ്. ഇതിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഭാഗം പൊസസീവ് പ്രോനൗൺ ആണ്. അങ്ങനെ ഓരോന്നിനുമുണ്ട്, നോക്കാം. വി ഒബ്ജക്റ്റ് അസാണ്, അതിന്റെ അഡ്ജക്റ്റീവ് പൊസസീവ് അഡ്ജക്റ്റീവ് അവർ, പൊസസീവ് പ്രോനൗൺ അവേഴ്സ്, ഞങ്ങളുടെ, ഞങ്ങളുടേത് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് കടന്നാൽ സെക്കൻഡ് പേഴ്സണിൽ ഒരേ ഒരാളേ ഉള്ളൂ. അവിടെ സിംഗുലറും പ്ലൂറലും ഒരാൾ തന്നെ, അത് യു ആണ്. യു അതിന് നോമിനേറ്റീവ് കേസ്, സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെ. അതിന്റെ ഒബ്ജക്റ്റീവ് കേസും യു തന്നെയാണ്. അതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് യുവർ, നിന്റെ. പൊസസീവ് പ്രൊനൗൺ യുവേഴ്സ്, നിന്റേത്. ഇനി തേർഡ് പേഴ്സണിലേക്ക് കടന്നാൽ 4 എണ്ണമുണ്ട്. ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഹി, ഷീ ആൻഡ് ഇറ്റ് നൗൺ ഫോം, ഇത് സിംഗുലർ ഫോം. അപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഈ 3 എണ്ണം. തേർഡ് പേഴ്സൺ പ്ലൂറൽ ദേ ആണ്. ഹിയുടെ ഒബ്ജക്റ്റീവ് ഫോം ഹിം ആണ്. അതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഹിസ്, പൊസസീവ് പ്രൊനൗൺ ഹിസ് തന്നെയാണ്. ഷീ ആണ്, അതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ഹെർ, പൊസസീവ് അഡ്ജക്റ്റീവ് ഫോം ഹെർ ആണ്. ഹേഴ്സ് അവളുടേത്, അവളുടെ, അവളുടേത്. അവന്റെ, അവൻ്റേത്. ഇറ്റ്
ഒബ്ജക്റ്റ് ഇറ്റ് തന്നെ, പൊസസീവ് അഡ്ജക്റ്റീവ് ഇറ്റ്സ്, പൊസസീവ് പ്രൊനൗണും ഇറ്റ്സ് തന്നെയാണ്. ഇതിൻ്റേത് എന്ന് പറയുന്നു. അടുത്തായിട്ട് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ദേ, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ദെം, അതിൻ്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഫോം ദേർ, അവരുടേത്, അവരുടെ, ദേഴ്സ്, അവരുടേത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് കുറിച്ച് വെക്കുക, എന്നിട്ട് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ഓരോ പേഴ്സൺ അനുസരിച്ച് ഓരോ പേഴ്സണിലും മാറ്റം എങ്ങനെയാണ്, ആരെ അനുസരിച്ചാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അതിന് ഇതിനെക്കുറിച്ച് നല്ല ഒരു ധാരണ വേണം. എഴുതി വെച്ച് പഠിക്കുക ഓരോ പേഴ്സണും ഏതൊക്കെയാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പഠിക്കാൻ പോവുകയാണ്. ചേഞ്ചസ് ഇൻ പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് പൊസസീവ്സ്. പൊസസീവ്സിനും പേഴ്സണൽ പ്രൊനൗൺസിനും ഇൻഡയറക്റ്റിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം. ഞാനിവിടെ കുറേ സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒന്ന് കണ്ടുപോകാം. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു ഹി സെഡ് ടു മീ. നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, എല്ലായിടത്തും സെഡ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ആരാണോ? ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ്. ഇതാരാണെന്ന് മനസ്സിലായി? ആരാണോ? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളത് ഇൻവേർട്ടഡ് കോമയാണ്. കോമയ്ക്ക് ശേഷം ഇൻവേർട്ടഡ് കോമ തുടങ്ങുന്നു. ഇൻവേർട്ടഡ് കോമയിലെ ആദ്യത്തെ ആളെയാണ് നമ്മൾ സാധാരണ പേഴ്സണൽ പ്രൊനൗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐ ആം ഗോയിങ് എന്നുള്ളിടത്ത് ഐ ആണ് ആദ്യം എടുത്ത് പറഞ്ഞപ്പെട്ടിട്ടുള്ള സംഗതി. അപ്പോൾ ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ ഐ ആണ്. ഐ എന്നുള്ള പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്, അപ്പോൾ ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഐ. രണ്ടാമത്തെ സെന്റൻസ് ഹി സെഡ് ടു മീ. ഇത് രണ്ടും ആരാണ് നമുക്ക് മനസ്സിലായി, ഇതും അറിയാം. വി ആർ ഗോയിങ്, ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ വി ആണ്. ഏത് പേഴ്സൺ ആണ് അവൻ? വി, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ്. മൂന്നാമത്തെ സെന്റൻസിൽ ഹി സെഡ് ടു മീ യു ആർ ഗോയിങ്. യു ആണ് ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ, സെക്കൻഡ് പേഴ്സൺ. അടുത്ത വരുന്നു ഹി സെഡ് ടു മീ ഹി ഈസ് ഗോയിങ്. ഹി, തേർഡ് പേഴ്സൺ സിംഗുലർ. ഇതാണ് പേഴ്സണൽ പ്രൊനൗൺ. ഹി സെഡ് ടു മീ ഷീ, ഇതും തേർഡ് പേഴ്സൺ സിംഗുലർ. ഹി സെഡ് ടു മീ ദേ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇത് മൂന്നും തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ. തേർഡ് പേഴ്സൺസ് ആണ്. സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇനി ഇതിലൊന്നും പെടാത്തൊരു സംഗതി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്? ഡേവിഡ്. ഹി സെഡ് ടു മീ ഡേവിഡ് ഈസ് ഗോയിങ്. അപ്പോ ഫസ്റ്റ് പേഴ്സണിലെ ആരൊക്കെയാണെന്ന് നമുക്കറിയാം, ഐ വി. സെക്കൻഡ് പേഴ്സൺ യു ആണ്. തേർഡ് പേഴ്സൺ ഹി ഷീ ആൻഡ് ഇറ്റ് ആണ്. ഇത് ഒന്നും അല്ലാതെ ഒരു പേരോ മറ്റോ വരികയാണ്, അതായത് ഇതുപോലെ പേരോ മറ്റോ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെയും നമ്മൾ തേർഡ് പേഴ്സണിന്റെ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഡേവിഡ് എന്നുള്ളത് ഒരു തേർഡ് പേഴ്സൺ ആയി മാറി. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണെ കുറിച്ച് അറിയാമെങ്കിൽ, ഫസ്റ്റ് പേഴ്സണും അല്ല സെക്കൻഡ് പേഴ്സണും അല്ല എങ്കിൽ ബാക്കി വരുന്നതെല്ലാം സാധാരണ തേർഡ് പേഴ്സൺ ആയിരിക്കും. പേരുകളെല്ലാം സാധാരണ തേർഡ് പേഴ്സണിലേക്കാണ് മാറ്റുന്നത്. ഇപ്പോൾ മൈ അങ്കിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ വരില്ല, സെക്കൻഡ് പേഴ്സണിലും ഇല്ല. അതിനെ നമ്മൾ അവസാനത്തെ പേഴ്സണായ തേർഡ് പേഴ്സണിലേക്ക് തള്ളുന്നതായിരിക്കും. ഇനി മാറ്റങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ, ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് പേഴ്സണൽ പ്രൊനൗൺ. പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സണ് ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ്. അപ്പോൾ ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അവന് മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനനുസരിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയും റിപ്പോർട്ടിംഗ് വെർബ് സെഡിന്റെ സബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മൾ ഇനി അതിനെ മാറ്റുമ്പോൾ ലോജിക്കലി ചിന്തിച്ചിട്ട് ഇതിനനുസരിച്ചുള്ള മാറ്റം വരുത്തണം. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടുള്ള വിക്കും അത് തന്നെയാണ്. വിയും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. അപ്പൊ ഇവ രണ്ടും ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇവനും റിപ്പോർട്ടിംഗ് വെർബായ സെഡിന്റെ സബ്ജക്റ്റിന് അനുസരിച്ചാണ് മാറുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി.
ഫസ്റ്റ് പേഴ്സൺസ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊനൗൺ, അതായത് ഐ ആൻഡ് വി, ഇത് പേഴ്സണൽ പ്രൊനൗൺസ് ആയിട്ട് വന്നാൽ അവയുടെ മാറ്റം ആർക്കനുസരിച്ചിരിക്കുന്നു? റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനനുസരിച്ചാണ് മാറുന്നത്. അതിൽ കുറെ എക്സാമ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ആളാണ് സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു. യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റിനനുസരിച്ചാണ് മാറുന്നത്. അപ്പം യുവിന് ബന്ധം ഒബ്ജക്റ്റുമായിട്ടാണ്, റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റുമായിട്ടാണ് യുവിന് ബന്ധം. അതെങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് പേഴ്സന്റെ ബന്ധം ആരോടാണ് നമുക്ക് മനസ്സിലായി? സബ്ജക്റ്റിനോടാണ്. സെക്കൻഡ് പേഴ്സന്റെ ബന്ധം ആരോടാണ്? ഒബ്ജക്റ്റിനോടാണ്. ഇനി തേർഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ഞാൻ എഴുതിയില്ല, ഇറ്റ്, അതുപോലെ തന്നെ പേരുകൾ, ഇവയെല്ലാം സബ്ജക്റ്റിനോടോ ഒബ്ജക്റ്റിനോടോ ബന്ധപ്പെട്ടിട്ടില്ല. അവയ്ക്ക് മാറ്റമില്ലാതെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അവയെ അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഐ, വി, യു ഇവയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഹി, ഷീ, ദേ, ഇറ്റ്, ഡേവിഡ് ഇങ്ങനെയുള്ള സംഗതികൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതായി തന്നെ തുടരുന്നതായിരിക്കും. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലായി. അത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്താൽ, ഫസ്റ്റ് പേഴ്സൺസിന് ആയ ഐ, വിക്കും സബ്ജക്റ്റുമായിട്ട് ബന്ധമാണ്. സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യുവിന് ഒബ്ജക്റ്റുമായിട്ടാണ് ബന്ധം. ഇനി ഹി, ഷീ, ഇറ്റ്, ദേ പേരുകൾ, ഇവ രണ്ടുപേരുമായിട്ടും ബന്ധമില്ല. അവ അതുപോലെ തന്നെ തുടരും. ദേ റിമെയിൻ അൺചേഞ്ച്ഡ്. ഇതാണ് പേഴ്സണൽ പ്രൊനൗൺസിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ. എന്നാൽ ചില എക്സാമ്പിൾസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ചില വാക്കുകൾക്ക് വരുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തുള്ളൂ. നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ക്ഷമയോടെ ക്രമമായിട്ട് സാവധാനം പഠിച്ച് മുമ്പോട്ട് പോയാലേ പറ്റൂ. ഒറ്റയടിക്കെല്ലാം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായിപ്പോ. അതുകൊണ്ട് വരും ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. വരുന്ന ക്ലാസ്സുകളിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അടുത്ത ദിവസം നമ്മൾ കണ്ടുമുട്ടും. Till then, take care. Goodbye. Please like, share and subscribe the channel.